അസ്സലാമു അലൈക്കും. ഹസീന ഫിസ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. മൺചട്ടി എങ്ങനെ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് മയക്കിയെടുക്കാമെന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 3 ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഈ ചട്ടികളെല്ലാം മുങ്ങിക്കിടക്കുന്ന വിധം അതിലേക്ക് മുക്കി വെച്ച് കൊടുക്കാം. ഇതുപോലെ മുക്കിയെടുക്കാം. ഇതൊരു 3 മണിക്കൂർ നമുക്ക് ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കാം. വെള്ളം വലിച്ചെടുത്ത് ഈ ചട്ടിയിലുള്ള എയറെല്ലാം പോകുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം 3 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്ടികളെല്ലാം ഇതിൽ നിന്നും എടുത്ത് മാറ്റാം, പുറത്തേക്ക് വെക്കാം. എന്നിട്ടൊന്ന് ഇത് ഒന്ന് കഴുകണം കേട്ടോ. ഇതുപോലെ എല്ലാം എടുത്ത് പുറത്തേക്ക് എടുത്ത് വെക്കാം. പിന്നെ ഇത് കഴുകുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. സോപ്പോ ലിക്വിഡോ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. ഗോതമ്പ് മാവ് ഇല്ലെങ്കിൽ കടലമാവ് അല്ലെങ്കിൽ ചാരം. ഇപ്പോൾ ഫ്ലാറ്റിലൊന്നും താമസിക്കുന്നവർക്ക് ചാരം ഒന്നും കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇതുപോലെ ഗോതമ്പ് മാവോ കടലമാവോ എന്തെങ്കിലും എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ച് കഴുകരുത്. ഇതുപോലെ സ്പോഞ്ചോ ഇല്ലെങ്കിൽ ചകിരിയോ എടുത്ത് കഴുകാൻ ശ്രദ്ധിക്കണം. അങ്ങനെ കഴുകുമ്പോൾ ഇതിന് പോറലേൽക്കുകയും വിള്ളൽ വന്ന് പൊട്ടാൻ സാധ്യതയും കൂടുതലാണ് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്പോഞ്ച് വെച്ച് ഗോതമ്പ് മാവ് ഇട്ടിട്ടാണ് ഇപ്പോൾ ഇത് കഴുകിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചട്ടികളെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് ഒഴിക്കണം. എൻ്റെ അടുത്തിപ്പോൾ 3 ചട്ടി ഉണ്ടായതുകൊണ്ട് ഇത് കുറച്ച് കുറവാണ്. നിങ്ങൾ 1-2 ചട്ടിയൊക്കെയാണ് മയക്കുന്നതെങ്കിൽ നിറയെ ഒഴിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാനിതുപോലെ എൻ്റെ അടുത്ത് ഉള്ള വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. ഇത് നമ്മൾ രാത്രി ഫുള്ളായിട്ട് ഇതുപോലെ വെക്കണം. രാവിലെ എടുത്താൽ മതി. ഇപ്പോൾ ഒരു രാത്രി ഫുള്ളായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം എല്ലാം ഒഴിവാക്കിയിട്ട് ഇത് ഒന്നുകൂടെ നന്നായി കഴുകിയെടുക്കാം. ഇപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാൻ ഇത് ഗോതമ്പ് മാവ് വെച്ചിട്ടാണ് കഴുകുന്നത്. ഇപ്പോൾ എല്ലാം നന്നായി എല്ലാ ചട്ടി അതുപോലെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെള്ളം വാരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് കമിഴ്ത്തി വെക്കാം ഇതുപോലെ. ഇനി നമുക്കിതാ ഇപ്പം എല്ലാം വെള്ളം വാർന്നിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു ഉണങ്ങിയ തുണി വെച്ച് നന്നായി തുടച്ച് കൊടുക്കാം. ഇപ്പം എല്ലാം തുടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ചട്ടി കാണുമ്പോൾ തന്നെ കണ്ടില്ലേ, നല്ലൊരു തിളക്കം വെച്ച് നല്ലൊരു ഷൈനിങ് ഇല്ലേ, നോൺ സ്റ്റിക്ക് പോലെ. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മൺപാത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ തട്ടി നോക്കിയിട്ട് നല്ല ഒരു മുഴക്കമുള്ള സൗണ്ട് ഉണ്ടെങ്കിൽ അതുപോലത്തെ പാത്രങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ നമ്മളിപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചിട്ടേ ഉള്ളൂ. എന്നാൽ തന്നെ ഇത് നല്ലൊരു മിനുസമുള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ഇതിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. അതും കൂടെ ചെയ്താൽ ഇത് നോൺ സ്റ്റിക്ക് പോലെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏത് എണ്ണ വേണമെങ്കിലും ഒഴിക്കാം. വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ എന്തായാലും കുഴപ്പമില്ല. കുറച്ച് നന്നായി ഒഴിച്ച് അത് ചട്ടിയുടെ അകത്തും പുറത്തും എല്ലാം നന്നായി തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് ഇത് തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഇത് ചട്ടി വലിച്ചെടുക്കും ഈ എണ്ണ.
ഇത് ഇങ്ങനെ തേക്കുന്നത് കൊണ്ടുള്ള ഗുണം ചട്ടിക്ക് നല്ല ഒരു മയവും കിട്ടും, നല്ല ഈട് നിൽക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഈ പാത്രങ്ങൾ എണ്ണയിൽ തേച്ചതെല്ലാം ഒന്ന് വെയിലത്ത് വെക്കാം. ഇപ്പോൾ ഇത് എല്ലാം വെയിലത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2-3 മണിക്കൂർ വെച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ ഇത് വെയിലിൽ വെച്ച് 2-3 മണിക്കൂറായി. ഇതിൽ നമ്മൾ തേച്ച് കൊടുത്ത എണ്ണയെല്ലാം വലിച്ച് ചട്ടി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ പപ്പടം വറുക്കുകയോ തോരൻ വെക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ ചട്ടി മയങ്ങി കിട്ടിയിട്ടുണ്ട്. എന്നാലും ഇനി 1-2 സ്റ്റെപ്പും കൂടെ നമ്മൾ ചെയ്താൽ നമ്മുടെ ചട്ടി 10-15 വർഷം ഒരു കേടും കൂടാതെ ഇരിക്കാൻ സഹായിക്കും. കൂടാതെ നമ്മൾ മൺപാത്രത്തിൽ ആദ്യമായി പാചകം ചെയ്യുമ്പോൾ മണ്ണിൻ്റെ ടേസ്റ്റ് വരാതിരിക്കാനും ഈ മെത്തേഡ് സഹായിക്കും. അതിനു വേണ്ടിയിട്ടിപ്പോൾ ഞാൻ ചട്ടികളെല്ലാം അടുപ്പിൽ വെച്ചിട്ടുണ്ട്, 3 ചട്ടിയും. ഇനി അതിലേക്കൊക്കെ ഓരോ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏത് എണ്ണ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ തേങ്ങ ചിരവിയതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ സവാളയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചട്ടിയിൽ. നിങ്ങൾക്ക് ഇത് സവാള തന്നെ ഇടണമെന്നൊന്നുമില്ല, തേങ്ങ വേണമെന്നില്ല. അതിൻ്റെ പകരം വേണമെങ്കിൽ മുട്ട ചേർത്തിട്ടും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്, മയക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ തേങ്ങയും സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും സ്വീകരിക്കാം. എന്നിട്ട് ഇതുപോലെ നമ്മൾ അടുപ്പിൽ ചട്ടി വെക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. എന്നിട്ട് ചട്ടി ചൂടായിട്ട് ഇതുപോലെ ചെയ്തെടുക്കണം. പിന്നെ ഈ വഴറ്റുന്ന ഇതൊന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യില്ല കേട്ടോ, ഇതൊക്കെ കളയാനുള്ളതാണ്. അപ്പോൾ നമുക്കിത് ഒന്ന് ബ്രൗൺ നിറം ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിത് മയക്കിയെടുക്കണം. കാരണം എപ്പോഴും നമ്മൾ ഇതിനു വേണ്ടി സമയം ചെലവഴിക്കുന്നില്ലല്ലോ. അപ്പോൾ മയക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് സമയം ചെലവഴിച്ചാലും നമുക്ക് ഒരുപാട് നാൾ ചട്ടി കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഈ സവാള ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതുപോലെ തേങ്ങയും ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇതും നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ വഴറ്റിയ ഐറ്റംസ് എല്ലാം തണുത്തതിന് ശേഷം എല്ലാം കളഞ്ഞിട്ട് ചട്ടികളെല്ലാം നന്നായി കഴുകിയെടുക്കാം. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ സ്റ്റീലിൻ്റെ സ്പൂണുകളോ കയിലുകളോ ഒന്നും തന്നെ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇതുപോലെ ചിരട്ടക്കയിലോ ഇല്ലെങ്കിൽ മരത്തിൻ്റെ ചട്ടകം അതുപോലെ ഉള്ളതൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ ഇതെല്ലാം തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ ചട്ടി കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫൈനൽ സ്റ്റെപ്പും കൂടെ കഴിഞ്ഞാൽ മൺചട്ടി മയക്കൽ ഇവിടെ പൂർത്തിയാകും. അതിനായി ചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി നന്നായി ചൂടായതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് കറിവേപ്പില വേണമെന്നില്ല, വാടിയതായാലും കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് എണ്ണ ചേർത്തണ്ട, വെറുതെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ ഒരു കാരണവശാലും ഇതിൽ പാചകം ചെയ്യുന്ന ഫുഡിന് ഒരിക്കലും മണ്ണിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇപ്പോൾ കറിവേപ്പില ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടാറിയതിന് ശേഷം കഴുകിയെടുത്തിട്ട് വരാം. ഇനി നമുക്ക് എന്ത് കറികൾ വേണമെങ്കിലും ഉണ്ടാക്കാം. ചട്ടി അടിപൊളിയായിട്ട് മയക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ടുണ്ടാക്കുമ്പോൾ
ഇതുപോലെ കൂടുതൽ എണ്ണ ആവശ്യമുള്ള പപ്പടം പൊരിക്കൽ, അതുപോലെ പൊരിയൽ, ഉപ്പേരി ഉണ്ടാക്കുക, സ്നാക്സ് ഉണ്ടാക്കുക, അതൊക്കെ ആയിരിക്കും കൂടുതൽ നല്ലത്. അതിനൊക്കെ അത്യാവശ്യം എണ്ണ വേണമല്ലോ. അതിനുശേഷം നമുക്ക് എല്ലാ കറികളും ഉണ്ടാക്കി തുടങ്ങാം. അതുപോലെ മൺചട്ടി ഉപയോഗിക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ ചുരുക്കി പറയാം. ചട്ടി വാങ്ങുമ്പോൾ കുറഞ്ഞത് 2 ചട്ടിയെങ്കിലും വാങ്ങാൻ ശ്രദ്ധിക്കുക. കാരണം പുളിയുള്ള കറികൾ വെക്കുന്ന ചട്ടിയിൽ മറ്റു കറികളൊന്നും വെക്കാതിരിക്കുന്നതാണ് നല്ലത്. അതായത് പുളിശ്ശേരി, മീൻകറി ഒക്കെ വെക്കുന്ന ചട്ടിയിൽ മെഴുക്ക് പുരട്ടി ഒന്നും വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ചെയ്യുമ്പോൾ ചട്ടിക്ക് വിള്ളൽ വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ മൺപാത്രങ്ങൾ വാങ്ങുമ്പോൾ നല്ല കട്ടിയുള്ളവ നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കണം. അതുപോലെ മൺപാത്രങ്ങൾ വാങ്ങുമ്പോൾ അകവും പുറവും ഒക്കെ കൊട്ടി നോക്കുമ്പോൾ നല്ല മുഴക്കമുള്ള ശബ്ദം ഉണ്ടെങ്കിൽ അങ്ങനത്തെ പാത്രങ്ങൾ വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ മൺചട്ടിയിൽ പാചകം ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കാതെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാചകം ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ചട്ടിക്ക് വിള്ളൽ വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ പാചകം ചെയ്ത് നമ്മൾ ചൂടോടെ ഇറക്കി വെക്കുമ്പോൾ ഒരു തിരികയുടെ മേലെ വെക്കാൻ ശ്രദ്ധിക്കുക. നല്ല ചൂടോടെ കൗണ്ടർ ടോപ്പിലേക്ക് ഇറക്കി വെക്കുമ്പോൾ കൗണ്ടർ ടോപ്പിൻ്റെ തണുപ്പും ചട്ടിയുടെ ചൂടും ഒന്നിച്ച് ഏൽക്കുമ്പോൾ ചട്ടിയുടെ ബാക്ക് വശം വിള്ളൽ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ പാചകം ചെയ്ത് ചട്ടി നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം കഴുകാൻ ശ്രദ്ധിക്കുക. കഴുകുന്ന സമയത്ത് സോപ്പോ ഡിഷ് വാഷോ ഒന്നും ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഈ മൺചട്ടിയിൽ ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സോപ്പോ ഡിഷ് വാഷോ ഉപയോഗിക്കുമ്പോൾ ആ സുഷിരങ്ങളിലേക്ക് ഇത് ഇറങ്ങി ചെല്ലുകയും പിന്നീട് പാചകം ചെയ്യുമ്പോൾ അത് അതിലേക്ക് മിക്സ് ആവാനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കടലമാവോ ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ അത് രണ്ടും ഇല്ലെങ്കിൽ ഉപ്പോ ഇട്ടിട്ട് വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വിറക് കത്തിക്കുന്നവരാണെങ്കിൽ ചാരമുണ്ടെങ്കിൽ അതിൽ കഴുകുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി മൺപാത്രങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് എന്ന് പറയാം. എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന പാത്രമാണെങ്കിൽ നന്നായി കഴുകി ഉണക്കിയതിന് ശേഷം കൗണ്ടർ ടോപ്പിൽ വെക്കുക. ആഴ്ചയിൽ ഒരു ദിവസം എടുക്കുന്ന പാത്രമൊക്കെ ആണെങ്കിൽ അതിൽ കുറച്ച് എണ്ണ തടവി വെക്കുന്നതായിരിക്കും നല്ലത്. ചട്ടിക്ക് വിള്ളൽ വരാതിരിക്കാനും കൂടുതൽ കാലം ഇരിക്കുന്നതിനും ഇത് ഉപകാരപ്രദമാവും. അതുപോലെ മഴ സമയത്തൊക്കെ ഉപയോഗിക്കാതെ വെക്കുമ്പോൾ പൂപ്പൽ വരുന്നതായിട്ട് കാണാം. അത് ഇതുപോലെ എണ്ണ തേച്ച് വെക്കുകയാണെങ്കിൽ അതുപോലെ പൂപ്പൽ വരില്ല. പിന്നെ കൗണ്ടർ ടോപ്പിൽ ചട്ടി വെക്കുമ്പോൾ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് അങ്ങനെ വെക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ വെക്കുമ്പോൾ ചട്ടിക്ക് വിള്ളൽ വരാൻ സാധ്യത കൂടുതലാണ്. ചട്ടി കൗണ്ടർ ടോപ്പിൽ കമിഴ്ത്തി വെക്കുക. നമ്മൾ മൺചട്ടി ഉപയോഗിക്കുന്ന രീതി അനുസരിച്ചാണ് അതിൻ്റെ ഈട് നിൽക്കുന്നത്. ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മൺചട്ടിക്ക് ഒരു വിള്ളലും വരാതെ ഒരുപാട് കാലം സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.